നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളും വരും. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ഈ വ്യത്യസ്തമായ അവസ്ഥയിലേക്ക് എൻ്റെ ശ്രദ്ധ പോവുകയും എന്തുകൊണ്ടാണ് ഇതിന് മാത്രം വ്യത്യസ്തത ഉണ്ടെന്ന് തോന്നുകയും ചെയ്യുന്നത്, നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ വ്യത്യാസമില്ലാതെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുമായിട്ട് നമുക്ക് ഒരു കുലബന്ധം പോലും ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം ചുറ്റുപാടുള്ള ഓരോ കാര്യങ്ങളിലേക്ക് നമ്മളെ ശ്രദ്ധ പോകുമ്പം നിരന്തരം ജനനത്തിനും മരണത്തിനും നമ്മൾ അവിടെ പാത്രമാവുകയാണ് ചെയ്യുന്നത്. മറിച്ച് നമ്മളിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനനത്തെയും ജീവിതത്തെയും ബ്രേക്ക് ചെയ്തിട്ട് നമ്മളുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ജീവൻ പ്രവർത്തിക്കുന്ന ഒരവസ്ഥ എല്ലാവരിലുണ്ട്. ഇവിടേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാൻ പറ്റുന്നില്ല. നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചില ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ചില വ്യക്തികളുമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ബന്ധങ്ങൾ, ഇങ്ങനെ ആ നിരന്തരം ജനന മരണ പ്രക്രിയകളിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നുള്ളൂ. മറിച്ച് നമ്മളെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിരന്തരം ഒരു മാറ്റവും ഇല്ലാതെ ഈ ജനനങ്ങളും മരണങ്ങളും നടക്കുന്ന ഓരോ സമയങ്ങളിലും വീണ്ടും വീണ്ടും പുനർജന്മം എടുക്കാൻ നമ്മളെ സഹായിക്കണ, അല്ലെങ്കിൽ ഇനി വേറൊരു ജന്മം എടുക്കണ്ട എന്നുള്ള വ്യക്തമായൊരു മെസ്സേജ് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം നമ്മളിൽ ഓരോരുത്തരിലും നടക്കുന്നുണ്ട്. അവിടേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുവരാൻ സാധിച്ചാൽ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? അതിനുവേണ്ടി എന്തെങ്കിലും പൈസൻ്റെ മുടക്കുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ, എനി ഡിഗ്രി റിക്വയർഡ്? നോ, നത്തിങ്. യു ഓൺലി നീഡ് ടു ഫോക്കസ് യുവർ സെൽഫ്, ഹൗ യു ആർ വർക്കിംഗ്. നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ആ പ്രവൃത്തിയുമായിട്ടുള്ള എൻ്റെ ബന്ധം. കാരണം ആർക്കും അവനവനിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുമായിട്ട് ഒരു തരത്തിലുള്ള ഒരു ആശ്രയം വരുന്നില്ല. കാരണം അവർക്ക് എപ്പോഴും നിരന്തരം ചുറ്റുപാടുള്ള അവസ്ഥയിലുള്ള പരാശ്രയങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചുറ്റുപാടുള്ള വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നിരന്തരം നശിച്ചു പോണതാണ്. അങ്ങനെ ആ ചുറ്റുപാടുള്ള നശിക്കുന്ന വ്യവസ്ഥയെ കണ്ടിട്ട് ഓരോരുത്തരും അവനവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നശിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് എന്നുള്ള അവൻ്റെ തീരുമാനമാണ് അവനെ വീണ്ടും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മറിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മളിൽ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയെ ആശ്രയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഒരു കുഴപ്പമുള്ളത്? പിന്നെ എവിടെയാണ് ഒരു പ്രോബ്ലം ഉള്ളത്? ഓക്കെ, ഞാൻ വിഷമിക്കണമെന്ന് എനിക്ക് കാണാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ സങ്കടപ്പെടണമെന്ന് എനിക്ക് കാണാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളുടെ ഒരു കാര്യം പറഞ്ഞ് ആ കേൾക്കുന്ന വ്യക്തിക്ക് അത് ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ സാധിച്ചില്ല എന്ന് എനിക്ക് കാണാൻ സാധിച്ചാൽ, അങ്ങനെ ഞാൻ തന്നെ എൻ്റെ ഓരോ പ്രവൃത്തികളും ഇഫ് ഐ ക്യാൻ ഫോക്കസ് മൈ ഓൺ ഫീലിങ്സ്, ഞാൻ എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ പെന്നുകൊണ്ടുള്ള ഒരു വരയുമില്ല, പെൻസിൽ കൊണ്ടുള്ള വര മാത്രമേ ഉള്ളൂ, വിച്ച് വി ക്യാൻ ഇറേസ് വെരി ഈസിലി. മറിച്ച് നമ്മളിൽ ആ സീറോ, അല്ലെങ്കിൽ നമ്മളിൽ ഞാനൊന്നുമല്ലാതെ ആണ് ഞാൻ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ആ ഞാനെന്ന് പറയുന്ന അവസ്ഥ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റേതെന്ന് പറയണ, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലും നമ്മൾ എന്തോ ചെയ്യും, നമ്മൾ പെട്ടുപോകും. നമുക്ക് തിരിച്ചു വരാനുള്ളൊരു ബാക്കപ്പ് പ്ലാൻ എവിടെയില്ല. മറിച്ച് ഞാൻ വിഷമിക്കുമ്പോൾ ഞാനും വിഷമവും, മനസ്സിലായോ? ഞാനും സങ്കടവും ഞാനും സന്തോഷവും, ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഞാനെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് ഇതിനെയെല്ലാം എനിക്ക് നോക്കിക്കാണാൻ സാധിക്കുമ്പം ഈ വരുന്ന മാറ്റങ്ങളെ കൃത്യമായിട്ട് വിലയിരുത്താൻ എനിക്ക് സ്വന്തമായിട്ട് സാധിക്കും. അതായത് എനിക്ക് എന്നെ പരിശോധിക്കാൻ വേറെ ഒരാളുടെയും ആവശ്യമില്ല എന്നുള്ള ഭാഗത്തേക്ക് എനിക്ക് കൃത്യമായിട്ട് എന്നെ കൊണ്ടുപോകാൻ സാധിക്കും. മറിച്ച് ഈ പറയുന്ന സ്ഥലത്ത് ഞാനല്ല ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും എൻ്റെ അറിവുകളുമാണ് ഉള്ളതെങ്കിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ഞാൻ വിഷമിക്കണ്, അപ്പോൾ എന്നെയും വിഷമത്തെയും മാറ്റിയിട്ട് വേർതിരിച്ച് കാണാൻ പറ്റൂല. മറിച്ച് ഞാൻ വിഷമിക്കണം, അതുകൊണ്ട് ഞാൻ വിഷമമായി മാറും. അവിടെ അപ്പോഴും ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നുള്ള എൻ്റെ ബന്ധം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സാവും.
അപ്പോൾ നമുക്ക് എപ്പോഴും അവിടെ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വ്യക്തിയോ സന്ദർഭങ്ങളോ നമുക്ക് ബ്ലെയിം ചെയ്യാൻ നിരന്തരമായിട്ടുള്ള സിറ്റുവേഷൻസും ഉണ്ടാവും. എന്നിട്ട് അതിനു വേണ്ടി നമ്മൾ വിഷമിക്കാനുള്ള ന്യായങ്ങളും നമ്മളെ കയ്യിലുണ്ടാവും. നമ്മളെ നശിപ്പിക്കാനുള്ള ന്യായങ്ങളെ അന്യായമാക്കി കൊണ്ട് നടക്കാൻ കഴിവുള്ള ഒരേ ഒരു വിഭാഗമാണ് മനുഷ്യൻ. അതായത് ഞാൻ ഇന്നത് കൊണ്ടാണ് നശിക്കുന്നതെന്ന് പറഞ്ഞ് നടക്കുന്നതിന് പകരം ഇതാണ് ഞാൻ നശിക്കാനുള്ള കാരണം, അതുകൊണ്ട് എനിക്ക് എന്നിലേക്ക് ആ നാശത്തിനെ വിട്ട് തിരിച്ചു വരാനുള്ള ഒരു അവസരം എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള അത്ര പോലും ഒരു സിമ്പിൾ കോമൺ സെൻസ് അപ്ലൈ ചെയ്യാൻ ഇത്രയും ഉയർന്ന കണ്ടുപിടുത്തങ്ങളും പടക്കോപ്പുകളും യുദ്ധങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് സാധിക്കണില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വരുന്ന ചിന്ത എന്താ? ഞാൻ സങ്കടപ്പെടുകയാണെന്ന് കണ്ട് ഞാൻ എൻ്റെ സങ്കടത്തെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെയും അടുത്ത ആൾ എനിക്ക് സങ്കടം ഉണ്ടാക്കിയാലോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഈ പ്രപഞ്ചം പ്രവർത്തിക്കാനുള്ള കാരണം എല്ലാവരിലും ഒരുപോലെയാണ്. അപ്പം നിങ്ങൾ ഈ പ്രവർത്തിക്കണ കാരണത്തെ വിട്ട് മറ്റുള്ള ഒരു കാര്യത്തിൻ്റെ പുറകെ പോയത് കൊണ്ടാണ് അതിൻ്റെ കാരണം നമ്മുടെ കാര്യമായിട്ട് മാറിയിട്ട് നമ്മൾ വിഷമിക്കുന്നത്. അപ്പോൾ ഒരിക്കലെങ്കിലും നമ്മളെ ശ്രദ്ധിക്കാൻ സാധിച്ചാൽ, ഈ ശ്രദ്ധ എന്ന് പറയുന്ന ഈ സംഗതി നമ്മൾ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളുടെ ആ ചലനം വെച്ചിട്ട് നമ്മളിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരുന്നതല്ല. ചുറ്റുപാടുള്ള എല്ലാ ചലനങ്ങളും അത് ചലിക്കാനുള്ള കാരണം അതിൻ്റെ ഉള്ളിലാണെന്ന് തിരിച്ചറിയുകയും നമ്മുടെ ചലനത്തിൻ്റെ കാരണം അല്ലെങ്കിൽ നമ്മളിൽ നിരന്തരം ചലിച്ചു കൊണ്ടിരിക്കുന്ന ആ ഊർജവുമായിട്ടുള്ള എൻ്റെ ആ ബന്ധം എന്ത് കാരണം കൊണ്ടും ഞാൻ അതിനെ വിട്ട് വേറെ ഒന്നിൻ്റെയും പുറകെ പോണില്ല. അത്ര മാത്രമേ നമ്മൾ ഉത്തരവാദിത്തമുള്ളൂ. അതായത് ഞാൻ ഒരിക്കലും വിഷമിക്കാതിരിക്കുകയും സങ്കടപ്പെടാനുള്ളൊരു കപ്പാസിറ്റി എന്നിലുണ്ട് എന്നുള്ള ആ തിരിച്ചറിവുമായിട്ട് ആ റിയാലിറ്റിയെ റിയലൈസ് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തം മാത്രമാണ് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അന്നും ഇന്നും എന്നും ചെയ്യാനുള്ളത്. മനസ്സിലായോ? നമ്മളെപ്പോഴും പറയും ദൈവം ഭയങ്കര നീതിമാനാണെന്ന്. എന്തുകൊണ്ടാണ് ദൈവം നീതിമാനാണെന്ന് പറഞ്ഞത്? കാരണം ഈ ശരീരം ഇങ്ങനെ രൂപപ്പെട്ട് വരാനുള്ള ഒരു ശക്തിയെ നമ്മൾ ദൈവം എന്ന് വിളിക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സങ്കടമോ വിഷമമോ ദേഷ്യമോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാരണത്തെ അനലൈസ് ചെയ്ത് അതിനെ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ശരീരം നമുക്ക് പഴയ അവസ്ഥയിൽ നമ്മളിലേക്ക് കിട്ടുന്നത്. കാരണം ഇതിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. ആ ആക്ഷൻ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ വന്നിട്ട് ഇതിനെ സീറോയിൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ സിസ്റ്റത്തിലുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ നീതിയെ പറ്റി പറയണത്. എത്ര വയസ്സിലടിച്ച്? ഒന്നുകൂടി അടിച്ചോട്ടെ. അപ്പോൾ നമുക്ക് ആ സിസ്റ്റവുമായിട്ടുള്ള ബന്ധം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ ജീവിതം. എന്നുവെച്ചാൽ കാരണം ഇതിൻ്റെ കപ്പാസിറ്റി പറഞ്ഞാൽ അത്രയാണ്. അപ്പം ഞാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ആ ചെയ്ത കാര്യം ഈ അലൈൻമെൻറ്റുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ടെന്ന് എനിക്ക് എന്നെ കൃത്യമായിട്ട് പരിശോധിക്കാനും ബാക്ക് ടു ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിന് എനിക്ക് നോർമലായിട്ട് ഫീൽ ചെയ്യാനുള്ള ഒരു ബ്യൂട്ടിഫുൾ കപ്പാസിറ്റി ഈ സിസ്റ്റത്തിലുണ്ട്. ഇതിനെ ഫീൽ ചെയ്യാന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. അതിനെ ഫീൽ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യണം? ഒന്നും വേണ്ട. വിശക്കുമ്പോൾ ഭക്ഷണം കൊടുക്കുക, ഉറക്കം വരുമ്പോൾ ഉറങ്ങുക, റെസ്റ്റ് എടുക്കണം തോന്നുമ്പോൾ റെസ്റ്റ് എടുക്കുക. മനസ്സിലായോ? ഇങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റെസ്റ്റ്ഫുൾനെസ് ഫീൽ ചെയ്യാൻ പറ്റും. റെസ്റ്റ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ എന്താ? കാരണം ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചലനങ്ങൾക്കും ആ ചലിക്കുന്നത് തന്നെയാണ് അതിൻ്റെ കാരണം എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ചലനത്തെ നിരന്തരമായിട്ട് നമ്മളെ ചലിപ്പിക്കുന്ന ആ അവസ്ഥയെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചാൽ അവിടെ ഒരു മൂവ്മെൻ്റ് ഇല്ലാത്തൊരു മൂവ്മെൻറ്റ്. കാരണം എന്താ? എല്ലാം പെർഫെക്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ മൂവ്മെൻറ്റിനനുസരിച്ചുള്ള മൂവ്മെൻറ്റുമായിട്ട് നമ്മൾ കണക്റ്റ് ആയി കഴിഞ്ഞാൽ അറ്റ് ദാറ്റ് മൂവ്മെൻറ്റ് വി വിൽ ഹാവ് ദ റിയലൈസേഷൻ. മനസ്സിലായോ? ആ മൂവ്മെൻറ്റിൽ, അതായത് ആ മൂവ്മെൻറ്റ് പെർഫെക്റ്റ് അലൈൻമെൻറ്റിലാണ് നടക്കുന്നത്. സ്ട്രെസ് ഇല്ല, സ്ട്രെയിൻ ഇല്ല, ദർ ഇസ് നത്തിങ്, ബിക്കോസ് ഇറ്റ്സ് കണ്ടിന്യൂസ്ലി വർക്കിംഗ്. So many differences you will feel in your body, like many kind of sensation. You will feel heartache, you will feel headache, you will feel cough, you will feel fever, but many things you going to feel in your body, but you are not going to attend all those things because your attention is always with this continuity. അതായത് ഈ കണ്ടിന്യൂറ്റിയുമായിട്ടുള്ള എൻ്റെ അറ്റൻഷൻ മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. വേറെ ഒരു കാര്യങ്ങളും ഞാൻ അറ്റൻഡ് ചെയ്യുന്നില്ല. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ അറ്റ് ടെൻഷൻ.
വി ആർ അറ്റ് ടെൻഷൻ. അപ്പോൾ ഈ കണ്ടിന്യൂറ്റീവ് ആയിട്ടുള്ള അറ്റൻഷൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ടെൻഷനും ഫ്രീ ആയി. ആൻഡ് ദിസ് ഇസ് ദാറ്റ് മച്ച് ബ്യൂട്ടിഫുൾ. അപ്പോൾ നിരന്തരം ഒരു യോഗ്യതയും വേണ്ട, ജീവിച്ചിരിക്കണമെന്നുള്ള ഒറ്റ യോഗ്യതയിൽ